നിങ്ങൾ ഈ നേരം പെരപരാന്ന് വിളിക്കുമ്പോൾ നേരത്തെ ഒരുങ്ങി പോണത് ടൂറൊന്നല്ല കേട്ടോ, ബോട്ട് ചെയ്യാൻ ആവേശത്തിൽ ഒരുങ്ങി പോയി. ഇവൻ്റെ വിചാരം ടൂറ് പോകാന്നുണ്ട്. അവിടെ ക്യൂ നിൽക്കുമ്പോഴാണ് ഇവൻ്റെ കീറവല തുടങ്ങുക. അപ്പോൾ ഇവന് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. നമ്മൾ പോവല്ലേ, അപ്പോൾ അവിടെ ചാനലൊക്കെ ഉണ്ടെങ്കിൽ വിചാരിച്ചൊന്ന് ഒരുങ്ങിയതാണ്. അപ്പോൾ അമ്പിളി മാമനൊന്നും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. നേരെ നല്ല പുലരിനൊരു സമയം കേട്ടോ, നല്ല രസമാണ് ഇങ്ങനെ പോണ സമയത്ത് കേട്ടോ, ഈ സമയത്ത്. അപ്പോൾ പന്നികൾ കുടുംബസമേതം പോണ സമയം കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത് തന്നെയാണ്. ആദ്യം നമ്മൾ 12-ാം വാർഡിലായിരുന്നു, പിന്നെ 11ക്ക് തട്ടിയതാട്ടോ. അപ്പോൾ ഈ മദ്രസിൽ ഇങ്ങനെ വന്നിരുന്നപ്പോൾ എനിക്ക് പണ്ട് മദ്രസക്ക് പോണ ഒരു ഓർമ്മ കേട്ടോ. നല്ല തണുപ്പത്ത് ചൂരലുകൊണ്ട് ഇങ്ങനെ കിട്ടണ ആ ഒരു ഓർമ്മ കേട്ടോ. പിന്നെ ഫോൺ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പോയതുകൊണ്ട് നേരത്തെ ബോട്ട് ചെയ്ത് ഇറങ്ങാനായി. അപ്പോൾ ഞാൻ ചെയ്ത് ഇനി കാക്കൂനെ കാത്തു നിൽക്കുക. അങ്ങനെ കാക്കും ഞാനും ചെയ്ത് ആ ഒരു ആവേശത്തിലൊരു ഫോട്ടോ എടുത്തതാട്ടോ. അപ്പോൾ ഞാൻ ഇവനെ എവിടെ പോയാലും ചായയും അപ്പം കിട്ടണം. അപ്പോൾ ഈ ഹോട്ടലിൽ ചെരുപ്പൊന്നും ഇടാൻ പറ്റില്ല. ഇത് കുഞ്ഞു മക്കളഞ്ഞ കേട്ടോ പണ്ടത്തെ. അപ്പോൾ ഇവിടെ നിന്ന് ചായ കുടിച്ചിട്ട് ഇതായി റവ കേക്കും ചായയാണ് കുടിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചിട്ട് പോകാമെന്നോർത്ത് അങ്ങനെ ചായയും കുടിച്ച് ചെരുപ്പൊക്കെ ഇട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. വീട്ടിലേക്ക് എത്തിക്കാക്കു നേരത്തെ പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നേരത്തെ പോയത് കേട്ടോ. അപ്പോൾ മാവിൽ കുറച്ച് പൊടി കളിക്കാൻ നല്ല പോലെ മൊരിഞ്ഞ് കിട്ടും. അന്ന് നുള്ളി കൊടുത്ത മുളക് കേട്ടോ. ഈ സമയത്ത് തോട്ടത്തിൽ ഇങ്ങനെ ഇറങ്ങി നമ്മുടെ തൊടിയിൽ ഇറങ്ങി നിൽക്കുമ്പോൾ നല്ലൊരു സമാധാനം ഒരു സന്തോഷമൊക്കെ വരും കേട്ടോ. പിന്നെ അങ്ങോട്ട് നല്ലൊരു എനർജി ആയിരിക്കും നമുക്ക്. അപ്പോൾ ഒന്ന് മാറി പെണ്ണെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. അപ്പോൾ കണ്ടോ, കണ്ടില്ലേ നല്ല പോലെ ഉണ്ടായിട്ടുണ്ട്. കണ്ടില്ലേ, ഓരോ കൊമ്പിലും ഓരോ മൊട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത് തക്കാളി അന്ന് നട്ടത് ഒരു കുഞ്ഞി തക്കാളി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അന്ന് നട്ട പച്ചമുളകും ഉണ്ടായിട്ട് ഇത് കൃഷിഭവനിൽ കിട്ടിയതാണ്, ഞാൻ പറഞ്ഞില്ലേ. നല്ല ഇനം തയ്യാട്ടോ. പിന്നെ ഇത് കുപ്പായൊക്കെ ഇട്ടെടുത്തതൊക്കെ കീറിയിട്ടോ. വലുതായപ്പോൾ കുപ്പായം കൊള്ളാതെയായി. ഇനി ഒരു കുഞ്ഞു കുപ്പായ കൂടി നമുക്ക് ഉണ്ടാക്കി കൊടുക്കണം ഇവർക്ക്. അപ്പോൾ നല്ലൊരു കാറ്റാട്ടോ. ഈ കാറ്റൊരു ശീതള കാറ്റെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ തൈകി പോകണം, അത്രയ്ക്ക് സുഖമായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ